ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ടോപ്പിക്സും നിങ്ങൾ കണ്ട് നോട്ട് എഴുതണം കേട്ടോ. നമ്മുടെ ന്യൂ ചാപ്റ്റർ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം, എന്നിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ അത് ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ പഠിക്കുക, എന്നിട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, അതായത് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം എന്താണ്? ഓരോരോ മിക്സ്ചേഴ്സാണ്. ഓക്കെ, അപ്പോൾ വളരെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് എന്ത്? എയർ. അപ്പോൾ നിങ്ങളത് ഏത് ടൈപ്പിലാണ് പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എയർ, ഗ്യാസ്, സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എയർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിൻ്റെയൊക്കെ മിക്സ്ചേഴ്സാണ്? അതായത് പല ഗ്യാസസിൻ്റെ മിക്സ്ചേഴ്സാണല്ലേ നമ്മുടെ എയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? എയർ. സെക്കൻഡ് എക്സാമ്പിൾ ഹെൽത്തി ഫുഡ്, അതായത് നമ്മുടെ സാലഡൊക്കെ ഇല്ലേ. അപ്പോൾ ഈ സാലഡ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് അതെന്താണ്? പല ഇൻഗ്രീഡിയൻസിൻ്റെയും എന്താണ്? മിക്സ്ചറാണ് എന്ത്? ഹെൽത്തി ഫുഡ്. അപ്പോൾ എയർ, ഹെൽത്തി ഫുഡ് എല്ലാം എന്താണ്? ഒരു മിക്സ്ചറാണ്. ഓക്കെ ആണോ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ എയർ ഒരു മിക്സ്ചറാണ്, പല കമ്പോണൻസ് ചേരുന്ന ഒരു മിക്സ്ചറാണ് എയർ. അപ്പോൾ അത് ഏതൊക്കെ കമ്പോണൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ആൻഡ് അതർ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതേഴ്സ്. എല്ലാവരും പഠിച്ചോ? ഒന്നുകൂടി എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതേഴ്സ്. അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ വേണ്ടേ? ഓക്സിജൻ അല്ലേ? പിന്നെ എന്താണ് വേറെ ഈ എയറിൽ മറ്റ് മിക്സ്ചേഴ്സാണ് ആരൊക്കെ? നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, അതേഴ്സ്. ഇതൊക്കെ നമുക്ക് വേണം. ഓക്കെ, എല്ലാം എന്താണ്? കുറേശ്ശെ വേണം. എന്നാൽ ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പോൾ ഈ ഗ്യാസസ്, അതായത് എയറിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 എയർ, 2 എന്താണ്? ഹെൽത്തി ഫുഡ് ഐറ്റംസ്. ഈ 2 കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയട്ടെ. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ദ മാജിക് ഓഫ് ഡിസോൾവിങ്. അതായത് എന്താണോ? അതായത് നമ്മൾ പറഞ്ഞു, നമ്മളൊരു വാട്ടർ എടുത്തു, അതിലേക്ക് ഷുഗർ ഇട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്തു. അതായത് നന്നായിട്ട് നമ്മൾ ഇളക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താണ്? ആ ഷുഗർ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞായിരുന്നു ഹോമോജീനിയസ് സൊല്യൂഷൻ. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് ആ ഷുഗർ കാണാൻ പറ്റുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഷുഗർ എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഷുഗറിനെ എന്താണ്? ഇളക്കി അവസാനം അതെന്താ? വളരെ ടൈനി സബ്സ്റ്റൻസ് ആവും. നമുക്ക് കാണാൻ കഴിയാത്ത വിധം ചെറിയ സാധനമാവും. ഓക്കെ, അതെന്ത് ചെയ്യും? ഇവിടെ ഒളിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റാത്ത. ശരിക്കും ഷുഗർ അവിടെ ഉണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ ദ മാജിക് ഓഫ് ഡിസോൾവിങ്. ഇവിടെ നോക്കിക്കേ. വെൻ യു സ്റ്റിർ ഷുഗർ ഇൻ വാട്ടർ ഇറ്റ് സീംസ് ടു ഡിസപ്പിയർ, ഇറ്റ് ഡസ് നോട്ട് റിയലി വാനിഷ്.
അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇറ്റ് ജസ്റ്റ് ബ്രേക്സ് ഇൻ ടു ടൈനി പീസസ് ദാറ്റ് ദേ ആർ ടു സ്മോൾ ടു സീ. കാണാൻ കഴിയാത്ത വിധം എന്താണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുക. ഓക്കെ, ഇനി മനസ്സിലായോ? അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ എന്താണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വഴി നമുക്ക് മനസ്സിലാകാം അവിടെ എന്തുണ്ട്, ഷുഗർ വെച്ച് മിക്സ് ആക്കിയേക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഒരിക്കലും അത് അവിടെ നിന്ന് വാനിഷ് ആകോ അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്തോ പോകുന്നില്ല. ആ സാധനം അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം അതെവിടെയാണ് പോയി ഇരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതെവിടെയാണ് പോയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആദ്യം ഞാൻ വായിച്ചിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട്. ഓക്കെ, നമ്മുടെ സൊല്യൂട്ട് ഒളിച്ച് കളിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈഡ് ആൻഡ് സീക്ക് ഇഷ്ടമാണോ കളിക്കാനായിട്ട്? അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ, ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വൈ ഈസ് ഇറ്റ് സോ? Where did the sugar disappear? What happened to sugar? Let's find out. അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്കതെന്താണെന്ന് അറിഞ്ഞു നോക്കാം. ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിനെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞുകൊണ്ട് വരും. കഴിഞ്ഞ എക്സാമിന് വന്നില്ലായിരുന്നോ എക്സ്പെരിമെൻ്റ് എഴുതാൻ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റും പഠിച്ചു വയ്ക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്: ലാർജ് പ്ലാസ്റ്റിക് ജാർ 1 ലിറ്ററിൻ്റെ, ഗ്രാവൽ ഒരു 500 ഗ്രാം, ഗ്രീൻ ഗ്രാം 100 ഗ്രാം, റവ 100 ഗ്രാം. ഓക്കെ, ആക്ടിവിറ്റി: put the gravel in a plastic jar and shake it well. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക, ഗ്രാവൽ ഇടുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. യൂസിങ് എ മാർക്കർ പെൻ മാർക്ക് ദ ലെവൽ ഓഫ് ഗ്രാവൽ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ജാർ. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തു, അതിൽ നമ്മൾ ഗ്രാവൽ ഇട്ടു. ഓക്കെ, ഗ്രാവലിട്ടു, അത് ഇവിടം വരെയാണ് നിൽക്കുന്നത്, അവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ആഡ് സം ഗ്രീൻ ഗ്രാം ടു ദിസ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗ്രീൻ ഗ്രാം, കുറച്ച് പീസ് നമ്മൾ ഇട്ടു. ഓക്കെ, നമ്മൾ കുറച്ച് പീസ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ ഇതിനെ സ്റ്റിർ ചെയ്തു. ഈ ലെവലിൽ നിന്ന് കൂടിയോ? ഡസ് ദ ലെവൽ ഓഫ് ഗ്രാവൽ റൈസ് നൗ? കൂടിയോ? റൈറ്റ് ദ മെഷർമെൻറ്റ് ഇൻ ദ ടേബിൾ. അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞേക്കുന്നത് ദെൻ പുട്ട് സം റവ ഇൻ ദ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. എന്നിട്ട് വീണ്ടും കുറച്ച് എന്തിടുക? റവ ഇടുക, അതായത് ആ ഗ്രാവലിലേക്ക്. ഡസ് ദ ഹൈറ്റ് ഓഫ് ദ ഗ്രാവൽ ചേഞ്ച് ആഫ്റ്റർ ദിസ്? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, അതിൻ്റെ ആ ഒരു ഹൈറ്റ് കൂടിയോ? ഇല്ല അല്ലേ? അതായത് എന്താണ്, ഇവിടെ നോക്കിക്കേ, ഇതൊക്കെ ഗ്രാവലാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഉള്ളിൽ എന്തുണ്ട്? കുറേ സ്പേസ് ഉണ്ടല്ലേ. അപ്പോൾ ആ സ്പേസിലേക്കാണ്, അതായത് ഇവിടെ നോക്കിക്കേ, ദേ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇട്ടത് എങ്ങടേക്ക് പോവും? ഈ സ്പേസിലേക്ക് പോവും. ഓക്കെ, ഈ സ്പേസിലേക്ക് പോയി കിടക്കും. അപ്പോൾ അതിൻ്റെ ആ ഹൈറ്റ് കൂടുമോ? ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിള് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫില്ലിങ് ദ ഗ്യാപ്സ്. ഇമാജിൻ എ ജാർ ഓഫ് ബിഗ് റോക്സ്, അതായത് ഗ്രാവൽ. ദർ ആർ ലിറ്റിൽ എംപ്റ്റി സ്പേസസ് ബിറ്റ്വീൻ ദ റോക്സ്. ശരിയല്ലേ? ഇനി വെൻ യു pour small things like green grams or beans into the jar, they slip right into those empty spaces. അവരെങ്ങോട്ട് പോവും? They go into empty spaces between the gravel. ഓക്കെ,
This shows that everything, even solid stuff, has tiny empty spaces inside that other small things can fit to. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? അതായത് ഇൻ എവരിത്തിങ് ദർ ഈസ് എ ടൈനി സ്പേസസ്, ചെറിയ ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ വന്നാണ് ഇത് കിടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഈ ടേബിൾ ഒന്ന് നോക്കിയാലോ. നമ്മുടെ ആക്ടിവിറ്റി ഫസ്റ്റ് 1, ആഫ്റ്റർ ഷേക്കിംഗ് ആൻഡ് പ്രസ്സിംഗ് ദ ഗ്രാവൽ ഇൻ ദ ജാർ, ഹൈറ്റ് ഓഫ് ദ ഗ്രാവൽ ഇൻ ദ ജാർ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, ആഫ്റ്റർ ആഡിങ് ദ ഗ്രീൻ ഗ്രാം ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ്, ഹൈറ്റ് ഓഫ് ദ ഗ്രാവൽ ഇൻ ദ ജാർ. അതുപോലെ തന്നെ ആഫ്റ്റർ ആഡിങ് ദ റവ ഇൻ ദ ജാർ ആൻഡ് ഷേക്കിംഗ് ഇറ്റ് വെൽ. എന്താണ്? സെയിം ഹൈറ്റ്, സെയിം ഹൈറ്റ്, ഇവിടെയും സെയിം ഹൈറ്റ്, ഹൈറ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഹൈറ്റ് റിമെയിൻസ് സെയിം, അതായത് ഹൈറ്റ് അങ്ങനെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ സെയിം ഹൈറ്റ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുപോലത്തെ ആക്ടിവിറ്റി തരുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, അത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുമോ? കമൻസൊക്കെ കുറവാലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.